നമസ്കാരം. അതിമോഹം ചക്രം ചവിട്ടിക്കും. റിസൾട്ട് വരുന്നതിന് മുമ്പ് പരാജയം ഉറപ്പിച്ച ഏക പാർട്ടി അത് കോൺഗ്രസ് തന്നെയാണ്. ചെന്നിത്തലയും സുധാകരനും VT സതീശനിട്ട് നല്ല ഒന്നാം തരം പണി കൊടുത്തു വച്ചിട്ടുണ്ട്. പാർട്ടിക്കുള്ളിൽ ആരും കൂട്ടില്ലാതെ വിഷമിച്ച് നടക്കുന്ന അവസ്ഥയാണ് സതീശനിപ്പോൾ. പാവം നമ്മുടെ VT. പ്രസ്ഥാനത്തിനുള്ളിൽ തൻ്റെ അതേ വേവ്ലെങ്ത്തുള്ള ഒരാൾ പോലുമില്ലാതെ ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ്. VT സതീശൻ്റെ അഹങ്കാരം തിരിച്ചടിയായതായിരിക്കുമോ? കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ സതീശനെതിരെ സ്വരച്ചേർച്ചകളില്ലായ്മ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. UDFൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം കൊടുത്ത പ്രതിപക്ഷ നേതാവിന് അഹങ്കാരം തിരിച്ചടിച്ചുവെന്ന് കോൺഗ്രസിനുള്ളിൽ തന്നെ ചർച്ച നടക്കുകയാണ്. ഈ ചർച്ചിക്കുന്നത് ചെയർമാനായ ചെന്നിത്തലയും ശിങ്കിടികളുമാണ്. അവർക്കുള്ളിൽ തന്നെ ചേരിതിരിഞ്ഞ് ഒരു പുതിയ ഗ്രൂപ്പിസം തന്നെ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിലും പുള്ളിക്കിച്ചിരി എല്ല് കൂടുതലാണ് നമ്മുടെ സതീശൻ. വോട്ടെടുപ്പ് കഴിഞ്ഞ ഉടൻ A ഗ്രൂപ്പ് നേതാവ് കൂടിയായ ബെന്നി ബെഹനാൻ തുടങ്ങി വെച്ച ചർച്ച ഇതോടെ സതീശന് പൊള്ളുന്ന വിധത്തിൽ തന്നെ ചൂട് പിടിച്ചിരിക്കുകയാണ്. KPCC അധ്യക്ഷൻ്റെ ചുമതലയുള്ള മുതിർന്ന നേതാവ് MM ഹസനെ പരസ്യമായി അപമാനിച്ച സതീശൻ്റെ അസഹിഷ്ണുത കലർന്ന സമീപനം പ്രവർത്തകരിൽ ശക്തമായ എതിർപ്പുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ LDF സർക്കാരിനെതിരെ മാത്രം പ്രചാരണം തിരിച്ചത് UDFന് വമ്പൻ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. അവർ മുതിർന്ന നേതാക്കളെ സജീവമായിട്ടൊന്നും രംഗത്തിറക്കിയതേയില്ല. ഇത് K സുധാകരൻ മത്സരിച്ച കണ്ണൂരിലെ പ്രവർത്തനങ്ങളെ മന്ദഗതിയിലാക്കുകയാണ് ഉണ്ടായത്. കോൺഗ്രസിന് സ്വാധീനമുള്ള ഇരിക്കൂറും പേരാവൂറും പോളിംഗ് വൻതോതിൽ കുറയുന്നതിന് ഇത് കാരണമായി. ഇതിനൊക്കെ ആരാണ് ഉത്തരവാദി എന്നാണ് A ഗ്രൂപ്പ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ധർമ്മടം, തളിപ്പറമ്പ് പോലുള്ള ഇടതു മണ്ഡലങ്ങളിൽ മെച്ചപ്പെട്ട പോളിംഗ് ആണ് ഉണ്ടായിരിക്കുന്നത്. പോളിംഗ് കുറയുന്നത് പൊതുവായൊരു ട്രെൻഡൊന്നുമല്ല. എന്നാൽ UDF കേന്ദ്രങ്ങളിൽ മാത്രം കുറഞ്ഞു പോയത് ഒരു ട്രെൻഡ് ആകാം. ഇതൊക്കെ ബോധപൂർവമാണോ എന്ന ചർച്ചയും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മെയ് 4-ന് ചേരുന്ന നേതൃത്വ യോഗത്തിൽ ഇതെല്ലാം ചർച്ചയാകും. പലയിടങ്ങളിലും സ്ഥാനാർത്ഥികളെ സഹായിക്കാൻ പ്രാദേശിക കോൺഗ്രസ് ഭാരവാഹികൾ വരാതിരുന്നതും പൊട്ടിത്തെറിക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരത്ത് 300ഓളം ബൂത്തിൽ കോൺഗ്രസ് ഏജന്റുമാർ പോലും ഉണ്ടായിട്ടില്ല. പാർട്ടി നേതാക്കളുടെ യോഗത്തിലെ ഓൺലൈൻ ശബ്ദരേഖകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആളില്ലെങ്കിൽ ഉത്തരേന്ത്യക്കാരെ ഇരുത്തുന്നതും ആലോചിച്ചുവെന്നും കേൾക്കുകയാണ്. തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു തലേന്ന് TN പ്രതാപൻ നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ സന്ദേശം K മുരളീധരൻ 3-ാം സ്ഥാനത്തേക്ക് പോകുന്നുവെന്നായിരുന്നു. ഇത് ശരിക്കും കോൺഗ്രസിന് കിട്ടാവുന്ന വോട്ട് കൂടി ഇല്ലാതാക്കി എന്ന് തന്നെ പറയാം. ഇത്തരത്തിൽ ആകെ അലങ്കോലമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് VT സതീശൻ്റെ നേതൃത്വത്തിൽ നടന്നതെന്നാണ് കോൺഗ്രസിനുള്ളിലെ തന്നെ പൊതുവായ വിലയിരുത്തൽ.